പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് ഈ വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങളെയൊക്കെ അതിനായിട്ട് പരിശീലിപ്പിക്കണം. നമ്മൾ സ്നേഹത്തോടെ അവരോട് പറയണം, വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയണം. അങ്ങനെ ശരിക്കും അവരെ ഒരു 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 ആത്മീയ ജീവിതം ശൈശവത്തിൽ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് വിശുദ്ധ യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. നമ്മൾ വേറെ ആരുടെയും ജീവിതം നോക്കണ്ട. നമ്മുടെ ഒന്നാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലിഹായെ ഒന്ന് നോക്കിയാൽ മതി. അതായത് പെന്തക്കോസ്തയ്ക്ക് മുൻപ് എന്തായിരുന്നു? യേശുവിൻ്റെ കൂടെ നടന്നവനാണ് അല്ലേ. എന്നാൽ ഒരു സ്ത്രീയുടെ മുൻപിൽ ശരിക്ക് യേശുവിനെ തള്ളി പറഞ്ഞവൻ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ തുടർന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൊക്കെ കാണുന്നുണ്ട്, പത്രോസ് പോകുന്ന വഴിയിലെ രോഗികളെ കിടത്തിയിരുന്നു. കാരണം എന്താ? പത്രോസിൻ്റെ നിഴലെങ്കിലും അവരിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അവർ സൗഖ്യം പ്രാപിച്ചു എന്നാണ് അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സ്പർശം ഉണ്ടായിക്കഴിഞ്ഞാൽ അടിമുടി നമ്മുടെ ജീവിതം മാറും. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സന്ദേശത്തിൽ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി, അതായത് നമ്മൾ സാധാരണ മഴ പെയ്യുമ്പോൾ കുട പിടിച്ചു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? മഴ പെയ്യുമ്പോഴും എന്തുണ്ടാകും? നമ്മൾ നനയില്ല അല്ല, മഴ പെയ്യുന്നുണ്ട്, നമ്മൾ നനയില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ പൊതിയുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ്, അതായത് എല്ലാം കൈവിട്ട് പോയി, അല്ലെങ്കിൽ നിരാശ, കുറ്റബോധം, ഇതൊന്നും അവനെ തൊടില്ല. 100 കൂട്ടം പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. എനിക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് കിട്ടിയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, എന്തിന് ഞാൻ വട്ടായലിച്ചനെ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട സേവ്യർ വട്ടായലിച്ചൻ ഓരോ അവസരങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ട്രഗിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നോക്കി, എങ്ങനെയാണ് അച്ഛൻ ഇത്രയും ആനന്ദത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നത്? അല്ലെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട പലരെയും, നിങ്ങൾ ഈ അനോയിൻറ്റിങ്ങൾ പലരെയും, അവരുടെ മുഖത്ത് ഒരു ഗ്രേസ്ഫുൾ പ്രസൻസ്, ഇതായത് ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. അത്തരത്തിലുള്ളൊരു ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.